ഹലോ നമസ്കാരം. ഹൊലാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 25-26 ഇയറിൽ 190, 491 സീറ്റ്സ് അലൊക്കേഷൻ ഓരോ സ്റ്റേറ്റ്സിലും എത്ര വരുന്നു, അതിനൊരു കമ്പാരിസൺ റേഷ്യോ എത്രയാണ് വരുന്നത്, എത്ര എളുപ്പത്തിലായിരിക്കും നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലും പി ആറിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടാനുള്ള എളുപ്പം. 190 വിച്ച് ഈസ് സ്റ്റേറ്റ് നോമിനേഷനും 491 റീജിയണൽ ഏരിയ വിസയും. അപ്പോൾ ഈ 190 വിസയും 491 വിസ എന്താണെന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം അല്ലേ. 190 വിസ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നോമിനേറ്റഡ് വിസയാണ്. ഓരോ സ്റ്റേറ്റിലെ സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസിന് കൊടുക്കുന്ന ഇൻവിറ്റേഷനാണ്. മൾട്ടിപ്പിൾ പാത്ത് വേസ് കാണും അവിടെ സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, പുറത്ത് ഓഫ് ഷോറുകാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഡൈനാമിക്സ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതാണ് സ്റ്റേറ്റ് നോമിനേഷൻ. 491 എന്ന് പറഞ്ഞാൽ റീജിയണൽ ഏരിയയിൽ സ്റ്റേ ചെയ്യാൻ കിട്ടുന്ന ഒരു 5 വർഷത്തെ വിസയാണ്. ആ 5 വർഷത്തിൽ 3 വർഷമെങ്കിലും മിനിമം ത്രഷോൾഡായിട്ടുള്ള ഒരു $77,000 എറൗണ്ട് ഡോളേഴ്സ് ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ പി ആർ കിട്ടുന്ന ഒരു പാത്ത് വേ ആണ് ഈ പറഞ്ഞ 491 വിസ. അപ്പോൾ ഇതും ശരിക്കും പെർമനൻറ്റ് റെസിഡൻസി പോലെ തന്നെയാണ്. 5 വർഷത്തെ വിസയാണ്. അവിടുന്ന് പി ആറിലേക്ക് മാറ്റാൻ പറ്റുന്നൊരു വിസയാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടുണ്ട്. നമുക്കറിയാം ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ സ്കോളർഷിപ്പിൻ്റെ പെർസെൻറ്റേജ് വേരി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു എക്സ്പോയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡിഗ്രി യൂണിവേഴ്സിറ്റി പറയും 20% സ്കോളർഷിപ്പ്, 25% സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കാതെ മൊത്തത്തിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ് അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റി തരുന്ന സ്കോളർഷിപ്പ് വാല്യൂ എങ്ങനെയാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊരു മെക്കാനിസം ഉണ്ട്. holaworld.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ചെന്ന് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡേറ്റ ചേർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്സിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ അത് ഡേറ്റ അനലിറ്റിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ സയൻസ് പ്രോഗ്രാംസ് മിസ്സാവും. അതുകൊണ്ട് ഡേറ്റ എന്നുള്ള കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനലിറ്റിക്സും സയൻസും എല്ലാം കൂടി ഒരുമിച്ച് വരും. ഡേറ്റ കൂട്ടിയുള്ള എല്ലാ പ്രോഗ്രാമുകളും, അത് ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ എന്നുള്ളത് നോക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വേണ്ട പ്രോഗ്രാം കിട്ടും. ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഫീസാണ് വരുന്നതെന്നുള്ളത് ഇന്ത്യൻ റുപ്പിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് സിസ്റ്റമാണ് ഹൊലാവേൾഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടെക് ടീമിന് താങ്ക്സ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് QS റാങ്കിങ്ങും ഞങ്ങളവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ QS റാങ്കിങ്ങും ഫീസും കൂടി കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം വേൾഡിൽ ആദ്യമായിട്ടാണ് എന്നെനിക്ക് തോന്നുക. നമ്മുടെ റിസർച്ചിൽ കണ്ടിട്ടില്ല. അപ്പം തീർച്ചയായും ഇതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങളിത് നോക്കി ഒരു നല്ല ചോയ്സ് എടുക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം 491 ഫാമിലി സ്പോൺസേഡ് വിസയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ്, കസിൻസ് അങ്ങനെ ആരെങ്കിലും, അതായത് അങ്കിൾ ആൻറ്റി ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അവർ റീജിയണൽ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ. അപ്പോൾ അതാണ് 491 സ്റ്റേറ്റ് നോമിനേഷനും ഉണ്ട്, ഫാമിലി നോമിനേഷനും ഉണ്ട്. അപ്പോൾ 2 കാറ്റഗറിയും കൂടെ ചേർത്തിട്ടുള്ള വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് NSWയിലെ സീറ്റ്സ് അലൊക്കേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. 190ക്ക് NSWയിൽ 2100ഉം അതുപോലെ തന്നെ 491ന് 1500ഉമാണ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ 3600. ഇതാണ് NSWയിലെ വാല്യൂ. അപ്പോൾ അവിടുത്തെ ഒരു പോപ്പുലേഷൻ നമുക്ക് നോക്കുമ്പോൾ 85,79,200 ആണ് ഏകദേശ വാല്യൂ. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിരിക്കുന്നത് 85 ലക്ഷം ആൾക്കാരേ ഉള്ളൂ ഈ ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്റ്റേറ്റ് ആയ ന്യൂ സൗത്ത് വെയിൽസിൽ. ഞാനൊന്ന് കിട്ടി, അത്രേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ നമ്മുടെ കേരളം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ പോപ്പുലേഷൻ വെറും 85 ലക്ഷം ഉള്ളൂ ഇതിൻ്റെ ടോപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ. ആൻഡ് നമുക്ക് അടുത്ത സ്റ്റേറ്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ് വിക്ടോറിയയാണ്. വിക്ടോറിയയിൽ 190ക്ക് 2700ഉം അതുപോലെ തന്നെ 491ന് 700ഉമാണ്. സോ ടോട്ടൽ 3400. ഈ 3400 അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 70,53,100 ആണ് എറൗണ്ട് പോപ്പുലേഷൻ. അത്രയുമേ ഉള്ളൂ വിക്ടോറിയ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ. അത് മെൽബൺ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വിക്ടോറിയയിൽ ഇത്രയും വരുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ബെസ്റ്റ് സിറ്റി ക്യൂൻസ്ലൻഡ്. അവിടെ ക്യൂൻസ്ലൻഡിൽ നമുക്കൊരു 190ക്ക് 1850, അതുപോലെ തന്നെ 491ന് 750 ആണ് സീറ്റ്സ് അലൊക്കേഷൻ വന്നിരിക്കുന്നത്. സോ ടോട്ടൽ 2600. ഇത് 56,47,500 അവിടുത്തെ പോപ്പുലേഷൻ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 2000 1400 സോ ടോട്ടൽ 3400. അവിടുത്തെ പോപ്പുലേഷൻ വരുന്നത് 30,30,200 ആണ്. നെക്സ്റ്റ് സൗത്ത് ഓസ്ട്രേലിയ 1350 and 900. സോ ടോട്ടൽ വരുന്നത് 2250 ആണ്. അവിടുത്തെ പോപ്പുലേഷൻ 18,98,600 ആണ്. നെക്സ്റ്റ് ടാസ്മാനിയ 1200ഉം 650. സോ ടോട്ടൽ 1850. അവിടെ വരുന്നത് 5,76,000 ഉള്ളൂ ടാസ്മാനിയയിലെ പോപ്പുലേഷൻ.
ആൻഡ് ACT ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി കാൻബറയുടെ 800 ആണ് 190ക്ക്, അതുപോലെ തന്നെ 491നും 800. സോ ടോട്ടൽ 1600 ആണ് വരുന്നത്. 4,83,800 അത്രേ ഉള്ളൂ അവിടുത്തെ പോപ്പുലേഷൻ. നോർത്തേൺ ടെറിട്ടറി ആണെങ്കിൽ 190ക്ക് 850, 491ന് 800. സോ ടോട്ടൽ 1650. അവിടുത്തെ പോപ്പുലേഷൻ 2,63,400 ഉള്ളൂ. അപ്പോൾ ഈ പോപ്പുലേഷനും ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ വാല്യൂ കൊണ്ട് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി. അത്രയും ജനസംഖ്യ ഉള്ളിടത്ത് ഇത്രയും ഇൻവിറ്റേഷനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കാണും അല്ലേ. പോപ്പുലേഷൻ കൂടുമ്പോൾ മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക് ഇത്ര ഇൻവിറ്റേഷൻസ് കൊടുക്കുമ്പോൾ അതിൽ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഇത്ര ഇൻവിറ്റേഷൻ മതിയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സൂചികയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കമ്പാരിസൺ സ്കോർ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR വേണ്ടിയുള്ള ഇൻവിറ്റേഷൻസ് 190യും 491നും കൊടുത്തേക്കുന്ന ഇൻവിറ്റേഷൻ നമ്പർ ഓഫ് സീറ്റ് ലൊക്കേഷൻസ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100,000 അല്ലേ. അതാണ് നമ്മൾ കൊടുത്തേക്കുന്ന കാൽക്കുലേഷൻ. 100,000 കൊടുത്തു. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡേറ്റ അനലിറ്റിക്സ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പാരിസൺ സ്കോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂ സൗത്ത് വെയിൽസിൽ 42, വിക്ടോറിയയിൽ 48, ക്യൂൻസ്ലൻഡിൽ 46, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 112, സൗത്ത് ഓസ്ട്രേലിയയിൽ 119, ടസ്മാനിയ 321, ACT ക്യാപിറ്റൽ ടെറിട്ടറിയിൽ 331 കാൻബറ ഇരിക്കുന്നത്, ആൻഡ് നോർത്തേൺ ടെറിട്ടറി 626. അപ്പോൾ ഈ വാല്യൂകൾ കാണിക്കുന്നത് എത്ര എളുപ്പമായിരിക്കും അവിടെ PR കിട്ടാൻ. അപ്പോൾ ഏറ്റവും പാടുള്ളത് ചെറിയ വാല്യൂവും ഏറ്റവും എളുപ്പമുള്ളിടത്ത് കൂടിയ സ്കോർ കൂടുതലുള്ളത് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 40ൻ്റെ റേഞ്ചിൽ 3 കാണാം. ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, ക്യൂൻസ്ലൻഡ്. ഇത് 3നും നമ്മൾ ഹൊല സ്കോർ 1 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. ഒരു റേഞ്ചിൽ നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ 3 സ്റ്റേറ്റുകളിൽ ഏറ്റവും എളുപ്പം വിക്ടോറിയയ്ക്കും, രണ്ടാമത് ക്യൂൻസ്ലൻഡിലും, ഏറ്റവും ബുദ്ധിമുട്ടും കോമ്പറ്റീഷൻ കൂടുതലും ന്യൂ സൗത്ത് വെയിൽസിലുമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. വലിയൊരു ഡിഫറൻസ് വരുന്നില്ല, ഏകദേശം ഒരുപോലെ. അപ്പം അതിൽ വലിയ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ് മാറുന്നത് കൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നില്ല. ക്യൂൻസ്ലൻഡിൽ ഈ കൊടുത്തേക്കുന്ന വാല്യൂ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഇൻവിറ്റേഷൻസ് കൊടുത്തെങ്കിലും അവിടുത്തെ പോപ്പുലേഷൻ കൂടിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും കഥ പറയുമ്പോൾ ക്യൂൻസ്ലൻഡിൽ കൂടി നിങ്ങൾ ക്യൂൻസ്ലൻഡിലേക്ക് പോയാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നൊന്ന് ചിന്തിക്കണം. കാരണം അവിടെ ഓൾറെഡി പോപ്പുലേഷനും കൂടിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ജനസംഖ്യാ വർധനമുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന റീജിയണൽ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് ഇൻവിറ്റേഷൻസ് കൂടുതലുണ്ട്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലെ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ് ഒന്ന് ചെറുതായിട്ട് പറയാമോ ജിസ്? ന്യൂ സൗത്ത് വെയിൽസിലെ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ് ഫസ്റ്റ് വൺ ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് വോളംഗോങ്, സദേൺ ക്രോസ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ. ഇത്രയാണ് റീജിയണൽ ഏരിയ സൈറ്റിൽ. നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ടും വരുന്നുണ്ട്. യെസ്, ഇത് ന്യൂ സൗത്ത് വെയിൽസിലെ യൂണിവേഴ്സിറ്റീസ്. വിക്ടോറിയയിലെ പ്രമുഖമായ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ ബെല്ലരത്ത് ക്യാമ്പസ് പറയാം. അതുപോലെ ഷെപ്പർട്ടണിലെ ക്യാമ്പസസ് ചേർന്ന് വരുന്നുണ്ട് അത് തന്നെ. അപ്പോൾ പിന്നെ ലട്രോബിൻ്റെ ഷെപ്പർട്ടൺ ക്യാമ്പസ്, പിന്നെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയുടെ ജീലോങ്, വാണമ്പൂള്, കാറ്റഗറി 2 ഉം 3 ഉം ആണ്. അതെ, ഈ സ്ഥലങ്ങൾ കാറ്റഗറി 2ലും 3ലുമായിട്ടുള്ള ഡീക്കിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ക്യൂൻസ്ലൻഡ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ ക്യൂൻസ്ലൻഡ് ഉണ്ട്, സൺഷൈൻ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് കോസ്റ്റ് ക്യാമ്പസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രം പറയുമ്പോൾ അതിൻ്റെ ക്യാമ്പസുകൾ കൂടെ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അങ്ങനെ റീജിയണൽ ഏരിയ ക്യാമ്പസുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻവിറ്റേഷൻസ് കിട്ടാനുള്ള പാത്വേകൾ ഉണ്ട്. ഇപ്പോൾ 491 തന്നെ അല്ലെ 190 റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ പാത്വേ വഴി ഈ പറഞ്ഞ സീറ്റ്സിൽ കൂടുതൽ സാധ്യത തുറക്കും. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ NSW, വിക്ടോറിയ, ക്യൂൻസ്ലൻഡ് ഈ 3 സ്റ്റേറ്റിലെയും ഏത് ക്യാമ്പസിലാണ് പഠിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും റീജിയണൽ ഏരിയ മാറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റും റീജിയണൽ ഏരിയ ആണ്. പലപ്പോഴും നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ ചിലപ്പോൾ മേജർ സിറ്റിയിലുള്ള ഒരു സെൻറ്റർ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പം നമുക്ക് ഈയിടെ വന്ന ഒരു കുട്ടിയുടെ കാര്യം നമുക്കറിയുന്ന ഒരു കുട്ടിയുടെയാണ്. ഇപ്പം വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ പാരമെറ്റ ക്യാമ്പസിലാണ് കുട്ടിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത്. അതായത് ഡോക്യുമെന്റ്സിലെല്ലാം പരമറ്റ സൗത്ത് ക്യാമ്പസ് ആണ്, പക്ഷേ ക്ലാസ് എല്ലാം വരുന്നത് ഫോക്സ്ബറിയിലാണ്. ഫോക്സ്ബറി ഒരു കാറ്റഗറി 3 റീജിയണൽ ഏരിയ ആണ്. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ കൗൺസിലറിന് സാധിച്ചില്ല. ശരിക്കും അവർക്ക് ഇവിടെ വന്നപ്പോഴത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. അപ്പോൾ അത് വന്നപ്പോൾ ഓക്സ്ബറി ആണ് എന്നുള്ളത് ആ കുട്ടിക്ക് പോലും അറിയില്ലായിരുന്നു. അത് നമ്മുടെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫർ ലെറ്ററിലുള്ളത് നോക്കിയിട്ടല്ല നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കോഴ്സ് ഏത് ക്യാമ്പസിലാണ് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ഓഫർ ലെറ്ററും ചേഞ്ച് ചെയ്തെടുക്കണം. കാരണം COയിലടക്കം അത് വന്നിട്ടുണ്ടാവുക ഒരുപക്ഷെ പരമറ്റ സൗത്ത് ക്യാമ്പസ് എന്നായിരിക്കും. അതിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വേൾഡിൻ്റെ സ്റ്റുഡൻസിനെ മാത്രം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. റീജിയണൽ ഏരിയ ക്യാമ്പസുകളിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ സാധ്യത ഇനിയും കൂടും.
അപ്പോൾ നിങ്ങൾ ന്യൂ സൗത്ത് വെയിൽസ് വിക്ടോറിയ ക്യൂൻസ്ലൻഡിൽ പറഞ്ഞേക്കുന്ന 40 എന്നുള്ള സ്കോറിൽ അതിലെ ഒരു മെജോറിറ്റി പോകുന്നതും റീജിയണൽ ഏരിയയിൽ അവിടെ പഠിക്കുന്നവർക്കാണ്. ഇനി നമുക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ ഏകദേശം ഒരേപോലെ നിൽക്കുന്നത് 112, 119 അതിൻ്റെ വാല്യൂസ്. വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയയിലെയും അത് റീജിയണൽ സ്റ്റേറ്റ്സ് ആണ്. സോ അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും റീജിയണൽ ഏരിയയിൽ വരും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കർട്ടിന, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, എഡിത് കോവാൻ യൂണിവേഴ്സിറ്റി, മർഡോക്ക്. വെരി ഗുഡ്. അടുത്തത് സൗത്ത് ഓസ്ട്രേലിയയിൽ ആകെ 2 യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഉള്ളൂ, അഡ്ലേഡ് യൂണിവേഴ്സിറ്റി, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. കറക്റ്റ്. അപ്പോൾ ഇതിന് രണ്ടിനെ വാല്യൂ ഏകദേശം 112, 100 അങ്ങനെ വരുന്ന വാല്യൂ നിൽക്കുന്നതുകൊണ്ട് ഞാൻ 120 എന്നുള്ള ഒരു ബേസ് ലൈൻ വെച്ചുകൊണ്ട് മറ്റേത് 40 എന്നുള്ള ബേസ് ലൈൻ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് ഇൻറ്റു 3 ആണ്. 40 × 3 ആണ് 120 വരുന്നതുകൊണ്ട് ഞാൻ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ 3 ടൈംസ് NSW വിക്ടോറിയ ക്യൂൻസ്ലൻഡിനേക്കാളും 3 മടങ്ങ് എളുപ്പമാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാല്യൂ ഹൊല സ്കോർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ടസ്മാനിയയും ACTയും കൂട്ടുകാർ അവർ ഏകദേശം ഒരേ വാല്യൂ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടസ്മാനിയ, പിന്നെ ACTയിലുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ സബ് ക്യാമ്പസ് വരുന്നുണ്ട്. അതുപോലെ UNSW ഡിഫൻസ് അക്കാഡമിയാണ് വരുന്നത്. പിന്നെ ANU, ഗ്രൂപ്പ് ഓഫ് 8 ANU. അപ്പോൾ ഈ സ്ഥലങ്ങൾ 320 എന്നുള്ള വാല്യൂ, അപ്പോൾ 320 ÷ 40 എന്നുള്ള വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 8 എന്ന് പറഞ്ഞൊരു വാല്യൂ 40 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്നുള്ള വാല്യൂ, അതാണ് ഹൊല സ്കോറിന് 8 എന്നുള്ള വാല്യൂ നമ്മൾ ടസ്മാനിക്കും ACTക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം 8 മടങ്ങ് എളുപ്പമാണ് NSWയിൽ പഠിക്കുന്നതിനേക്കാളും ഇൻവിറ്റേഷൻസ് കിട്ടാൻ. ഈ 190, 491 ഇൻവിറ്റേഷൻസ് കിട്ടാൻ ACTയും ടസ്മാനിയയിലും എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് പെർഫോമർ. ഈ 190, 491 ഇൻവിറ്റേഷൻ കിട്ടാൻ ഏറ്റവും എളുപ്പം നമ്മുടെ സ്വന്തം നോർത്തേൺ ടെറിട്ടറി ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അവിടെ പഠിക്കുന്നവർക്ക് 626 ആണ് വാല്യൂ. 626 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ എങ്ങും ഇല്ല കേട്ടോ. ഈ വാല്യൂ ഞങ്ങൾ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വാല്യൂ ഡിവൈസ് ചെയ്തിരിക്കുന്നതാണ്. 16 ടൈംസ് കിട്ടാൻ ഏറ്റവും എളുപ്പം നോർത്തേൺ ടെറിട്ടറിയാണ്. അപ്പം നോർത്തേൺ ടെറിട്ടറിയിലേക്ക് പഠിക്കാൻ നേരത്തെ ആപ്ലിക്കേഷൻസ് അങ്ങോട്ട് പുറത്തുനിന്ന് വന്ന ആപ്ലിക്കേഷൻസ് അത്രയും സ്വീകരിക്കുന്നില്ലായിരുന്നു. അവരുടെ ലെവൽ താഴെ കിടക്കുമായിരുന്നു. അതെ, ലെവലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു 24 ആ ഒരു ഇയറിൽ. നമുക്ക് വിസ റിജക്ഷൻ വരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പം അതിൻ്റെ ക്വാളിറ്റി അപ്പാണ്. ഗൈസ് ഇട്ടോ, ആപ്ലിക്കേഷൻ ഇട്ടോ, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ആപ്ലിക്കേഷൻസ് പ്രത്യേകം എടുത്തു പറഞ്ഞ് തരാൻ സാധിക്കും. ഇത് മറ്റു പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. ക്യാമ്പസ് എവിടെയാണെന്ന് കേട്ടാൽ അവർക്ക് മനസ്സിലാവണ്ടേ. അതുപോലെ പല പ്രശ്നങ്ങൾ കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ഥാപനമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓസ്ട്രേലിയയിലുള്ള ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് 100% ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ഞങ്ങളുടെ ടീം നാട്ടിൽ ചങ്ങനാശ്ശേരിയിലുണ്ട്. ദേ ആർ ഓൾ വെരി വെൽ ഇൻഫോംഡ് അബൌട്ട് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ. ടോട്ടൽ ഓസ്ട്രേലിയയിലെ പോപ്പുലേഷൻ ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ, 27.5 മില്യണേ ഉള്ളൂ. എന്ന് വെച്ചാൽ 2.75 കോടി ജനങ്ങളേ ഉള്ളൂ ഓസ്ട്രേലിയയിലെ പോപ്പുലേഷൻ. നമുക്ക് കേരളത്തിൻ്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. കേരളത്തിലെ പോപ്പുലേഷൻ ഇപ്പോൾ പറയുന്നത് 36 മില്യൺ ആണ് പറയുന്ന വാല്യൂ. അതായത് കേരളത്തിൽ ഓസ്ട്രേലിയയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയ 2.75 മില്യൺ ആയിരുന്നു. 27.5 ആകുമ്പോൾ ഈ കേരളത്തിലെ മാത്രം പോപ്പുലേഷൻ 36.1 മില്യൺ ആണ്, വിച്ച് ഈസ് 3.6 crore. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വീഡിയോ ചെയ്യാതെ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നത്. കാരണം ഓസ്ട്രേലിയയിലുള്ളവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളികൾക്ക് കേൾക്കാൻ സാധിക്കും. അത്രയധികം ആൾക്കാരുണ്ട് നമ്മുടെ മലയാളികൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി പ്രതീക്ഷിക്കാം, വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത കുറേ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് അൺലോക്ക് ആയി കിട്ടുന്നത്. ഇതൊക്കെ വളരെ പെയ്ഡായിട്ടുള്ള. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ ന്യൂസ് വന്നപ്പോൾ വെറുതെ സീറ്റ് വന്നു പറഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യുന്നതിൽ ഒരു ഫണ്ണില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ അനാലിസിസിനായിട്ട് വെയിറ്റ് ചെയ്ത്. ഞങ്ങളുടെ ചാനൽ ശ്രദ്ധിച്ചറിയാം, വ്യൂ കിട്ടാൻ വേണ്ടി ചുമ്മാ കുറേ കണ്ടൻറ്റ് എടുത്തിടുന്നില്ല. നിങ്ങളുടെ സമയം വേസ്റ്റ് ആവാതെ നിങ്ങൾക്ക് വേണ്ടത് ആവശ്യമുള്ളത് വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. മറ്റേ ന്യൂസിലെ പോലെ അപ്ഡേറ്റ് വരുന്ന ഉടനെ ചെയ്യുന്നില്ലാത്തത് നമുക്കതിലൊരു ഫണ്ണില്ലാത്തത് കൊണ്ടാണ്. കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പൊട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കുള്ളൂ ഞങ്ങളുടെ പുതിയ വീഡിയോ വരുമ്പോൾ. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണും വരേക്കും. ദിസ് സൈനിങ് ഔട്ട് ഫ്രം ഹൊല യൂട്യൂബ് ചാനൽ.